ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം സന്ദർശിക്കും. സോമനാഥ് സ്വാഭിമാൻ പർവിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി തീവ്രവാദ പരിശീലന ക്യാമ്പുകളെ പരസ്യമായി പിന്തുണയ്ക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വാണിജ്യാടിസ്ഥാനത്തിൽ ബയോ ബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.4% വളർച്ച കൈവരിക്കുമെന്ന് റിപ്പോർട്ട്. സേവന മേഖലയിലെ വളർച്ച പ്രധാന ഘടകമായെന്ന് സ്ഥിതിവിവരക്കണക്ക് മന്ത്രാലയം. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും മാനവരാശിക്ക് ഒന്നാകെ പ്രയോജനം ചെയ്യുന്നതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഇന്ത്യക്കെതിരായ അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 394 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം സന്ദർശിക്കും. സോമനാഥ് ക്ഷേത്രത്തിൽ ആക്രമണം നടന്നിട്ട് 2026 1000 വർഷം തികയുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന സോമനാഥ് സ്വാഭിമാൻ പർവ് പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ മുതൽ ഞായറാഴ്ച വരെയാണ് സോമനാഥ് സ്വാഭിമാൻ പർവ് ആചരിക്കുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആത്മീയ, സാംസ്കാരിക, സാമൂഹിക പ്രവർത്തനങ്ങൾ പർവിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. പതിറ്റാണ്ടുകളായി തീവ്രവാദ പരിശീലന ക്യാമ്പുകളെ പരസ്യമായി പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ വിമർശിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാകിസ്ഥാൻ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായി തുടരാൻ കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലക്സംബർഗിലെ ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു വിദേശകാര്യമന്ത്രി. അയൽ രാജ്യത്തിനെതിരെ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നയം മറ്റൊരു രാജ്യവും പിന്തുടർന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. For decades, you've had these training camps, not secret training camps at all, training camps in the big cities of Pakistan, very open, where the state, the military supports terrorism, and they've tried to normalize it as though it's their right to do it. രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 7.4% വളർച്ച കൈവരിക്കുമെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 6.5% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരുന്നത്. നടപ്പ് സാമ്പത്തിക വർഷം യഥാർത്ഥ GDP 201 ലക്ഷം കോടി രൂപയിൽ കൂടുതലാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സേവന മേഖലയിലുണ്ടായ വളർച്ചയാണ് പ്രധാന ഘടകമായി വർദ്ധിച്ചതെന്നാണ് സ്ഥിതിവിവരക്കണക്ക് നിർവഹണ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ഇന്ന് ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ ഇസ്രായേൽ തന്ത്രപര പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയും ചെറുക്കാനുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. വെനസ്വേലയിലെ കാരാക്കാസിൽ നടന്ന US സൈനിക നടപടിയെ തുടർന്ന് വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. വെനസ്വേലയിൽ ജോലി ചെയ്യുന്ന 32 ക്യൂബൻ സൈനികരും പോലീസുകാരും ഉൾപ്പെടെ 56ഓളം പേർ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടതായി വെനസ്വേലൻ സർക്കാർ സ്ഥിരീകരിച്ചു. ശാസ്ത്രത്തിന്റെ ഭാഗമായ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും മാനവരാശിക്ക് ഒന്നാകെ പ്രയോജനം ചെയ്യുന്നതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 32ാമത് സ്വദേശി ശാസ്ത്ര കോൺഗ്രസിന് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രീയമായ ജീവിത രീതി അനിവാര്യതയാണെന്നും സ്വന്തം ദേശത്തിന്റെ ജീവിത രീതികൾ തുടരണമെന്നും ഗവർണർ പറഞ്ഞു. ഈ മാസം 9 വരെയാണ് സ്വദേശി ശാസ്ത്ര കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ വായു മലിനീകരണത്തിന്റെ എല്ലാ പ്രധാന സ്രോതസ്സുകളും 2 ആഴ്ചയ്ക്കുള്ളിൽ തിരിച്ചറിഞ്ഞ് അവ ഓരോന്നും ഘട്ടം ഘട്ടമായി പരിഹരിക്കുന്നതിന് ദീർഘകാല മേഖലാ കർമ്മ പദ്ധതികൾ നിർദ്ദേശിക്കാൻ സുപ്രീം കോടതി വായു ഗുണനിലവാര മാനേജ്മെന്റ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധമായ എല്ലാ വിദഗ്ധരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് പരിഹാരങ്ങൾ നടപ്പിലാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. ISROയുടെ PSLV C-62ന്റെ വിക്ഷേപണം ഈ മാസം 12-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് രാവിലെ 10:17-ന് PSLV C-62 കുതിച്ചുവരും. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-N1 ഉൾപ്പെടെ 19 പേലോഡുകളെയും വഹിച്ചാണ് വിക്ഷേപണം. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി വികസനം ഉറപ്പാക്കുന്നതിനായി പ്രധാനമന്ത്രി നേരിട്ട് നേതൃത്വം നൽകുന്ന പ്രഗതി സംരംഭത്തിന്റെ 50ാമത് യോഗം വിജയകരമായി സംഘടിപ്പിച്ചു. 2015-ലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഗതിക്ക് തുടക്കം കുറിച്ചത്. അരുണാചൽ പ്രദേശിലെ കമേഗ് ജലവൈദ്യുതി പദ്ധതിയെക്കുറിച്ചാണ് പ്രകൃതിയുടെ മുന്നേറ്റത്തെക്കുറിച്ചുള്ള പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 150 മെഗാവാട്ട് വീതമുള്ള 4 യൂണിറ്റ് പദ്ധതിയാണ് ഇതിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു പ്രത്യേക നിക്ഷേപ പ്ലാറ്റ്ഫോമിന്റെ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ AI നിർമ്മിതമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഇത്തരം വീഡിയോകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിൽ ബയോ ബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. CSIRന്റെ സാങ്കേതിക വിദ്യാ കൈമാറ്റ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മാലിന്യങ്ങളെ മൂല്യവത്തായ ദേശീയ വിഭവമാക്കി പരിവർത്തനം ചെയ്യാൻ സാധിക്കുമെന്നും ഇത് റോഡ്, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു നാഴികക്കല്ലാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കാർഷിക മാലിന്യങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനാകും. 4500 കോടിയോളം രൂപയുടെ വിദേശ വിനിമയം ഇതിലൂടെ ലാഭിക്കാനാകുമെന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാൻ സഹായിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ये बात बिल्कुल जरूर है कि किसी भी देश के प्रगति और विकास में उसमें आज कौन सा रिसर्च हो रहा है और हम उसमें कितने कैपेबल है, इसके ऊपर विश्व में हमारा भविष्य निश्चित होने वाला है. वी नेम इट एज नॉलेज एंड कन्वर्शन ऑफ नॉलेज इनटू वेल्थ इज द फ्यूचर. और दूसरी बात जो है, नो मटेरियल इज वेस्ट एंड नो पर्सन इज वेस्ट. इट इज डिपेंडिंग अपॉन द अप्रोप्रिएट विजन ऑफ द लीडरशिप एंड अप्रोप्रिएट टेक्नोलॉजी दैट यू कैन कन्वर्ट वेस्ट इनटू वेल्थ. 2026 T20 ലോകകപ്പ് മത്സരങ്ങളുടെ വേദി ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണമെന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ അപേക്ഷ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ തള്ളി. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് T20 ലോകകപ്പിനായി ഇന്ത്യയിലേക്ക് വരാൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് വിസമ്മതിച്ചത്. ഇന്ത്യക്കെതിരായ അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 394 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 393 റൺ നേടി. ആരോൺ ജോർജും വൈഭവ് സൂര്യവംശിയും ഇന്ത്യയ്ക്കായി സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 30 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 138 റൺസ് എന്ന നിലയിലാണ്. ആദ്യ 2 മത്സരങ്ങളിൽ വിജയിച്ച ഇന്ത്യ പരമ്പര ഇതിനകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. മലേഷ്യ ഓപ്പൺ സൂപ്പർ 1000 ബാഡ്മിന്റണിൽ വനിതാ സിംഗിൾസ് ആദ്യ റൗണ്ട് മത്സരത്തിൽ ഇന്ത്യയുടെ PV സിന്ധുവിന് വിജയം. ചൈനീസ് തായ്പേയുടെ സുങ് ഷുവോ യുണിനെ 21-13, 22-20 എന്ന സ്കോറിന് നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് 2ാം റൗണ്ടിലേക്ക് കടന്നത്. അടുത്ത റൗണ്ടിൽ സിന്ധു മുൻ ലോക ചാമ്പ്യൻ ജപ്പാന്റെ ടൊമോക മിയാസാക്കിയെ നേരിടും. ഇറാനിലെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പ്രതിഷേധക്കാർ അബ്ദാനാൻ നഗരത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തതായി റിപ്പോർട്ട്. രാജ്യത്തെ സാമ്പത്തിക തകർച്ചയെ തുടർന്നുള്ള പ്രക്ഷോഭത്തിൽ 27 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആഴ്ചകളായി തുടരുന്ന പ്രതിഷേധങ്ങളും ഏറ്റുമുട്ടലിനെയും തുടർന്നാണ് നഗരത്തിന്റെ നിയന്ത്രണം പ്രതിഷേധക്കാർ പിടിച്ചെടുത്തത്. പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഒഡീഷ, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസങ്ങളിൽ ശൈത്യ തരംഗം മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മധ്യപ്രദേശ്, ഝാർഖണ്ഡ്, വിദർഭ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലും നാളെ ശൈത്യതരംഗം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. ദൃശ്യപരത കുറവായതിനാൽ ഡൽഹിയിലേക്കുള്ള 50-ലധികം ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നതെന്ന് വടക്കൻ റെയിൽവേ അറിയിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. SIRന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിൽ നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സാമൂഹിക നവീകരണത്തിൽ പുസ്തകോത്സവങ്ങൾക്കും വായനയ്ക്കും നിർണായക പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം സന്ദർശിക്കും. സോമനാഥ് സ്വാഭിമാൻ പർവിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി തീവ്രവാദ പരിശീലന ക്യാമ്പുകളെ പരസ്യമായി പിന്തുണയ്ക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. വാണിജ്യാടിസ്ഥാനത്തിൽ ബയോ ബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.4% വളർച്ച കൈവരിക്കുമെന്ന് റിപ്പോർട്ട്. സേവന മേഖലയിലെ വളർച്ച പ്രധാന ഘടകമായെന്ന് സ്ഥിതിവിവരക്കണക്ക് മന്ത്രാലയം. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും മാനവരാശിക്ക് ഒന്നാകെ പ്രയോജനം ചെയ്യുന്നതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഇന്ത്യക്കെതിരായ അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 394 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.